ഇലക്ട്രിക് ബോക്സ് മാറ്റുന്നത് ചെയർപേഴ്സൺ ദുരിതാശ്വാസ നിധിക്കായി പ്രത്യേക ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. ഒരു മാരക രോഗം ബാധിച്ച ഒരു കുട്ടികൾ മാറ്റിവെക്കാനല്ല ഞാൻ പറഞ്ഞത്. അതിലൊരു അധിക അജണ്ടയിലുടക്കി പ്രതിപക്ഷം. പെൻഷനുകൾ വൈകിപ്പിക്കാനുള്ള ശ്രമമെന്ന് ഭരണപക്ഷം. വാഗ്വാദങ്ങളുമായി മലപ്പുറം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം. പതിനാല് അജണ്ടകളായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാം അടിയന്തര പ്രാധാന്യമുള്ളത്. അവ ചർച്ച ചെയ്ത ശേഷം അധിക അജണ്ടകൾ അഥവാ സപ്ലിമെന്ററി അജണ്ടകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷം ഒച്ചവെച്ചത്. ആദ്യം ഇതൊന്ന് വായിക്കട്ടെ എന്നും പ്രാധാന്യമില്ലാത്തത് മാറ്റിവെക്കാമെന്നും അധ്യക്ഷ സ്ഥാനം വഹിച്ച ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ പറഞ്ഞു. ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന അത്യാവശ്യമായൊരു രോഗിയുടെ അപേക്ഷയാണ് ഒന്ന് എന്നും അത് വേണമെങ്കിൽ മാറ്റിവെക്കാമെന്നും അവർ പറഞ്ഞു. പെൻഷനുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് മറ്റൊന്ന് എന്നും പക്ഷേ പെൻഷൻ മുടങ്ങുന്നതിന്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടി വരുമെന്നും സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ പരി അബ്ദുൽ മജീദും മറിയുമ ഷെരീഫും പറഞ്ഞു. പ്രതിപക്ഷ നിരയിൽ പലരും കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുക വരെയുണ്ടായെങ്കിലും അവസാനം അജണ്ടകൾ മുഴുവൻ വായിച്ചു കേൾപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. സ്കൂളുകളിൽ അനുവദിച്ച പബ്ലിക് ടോയ്ലറ്റുകൾ വെട്ടിക്കുറച്ച് നഗരപരിധിയിൽ കിഴക്കേതല, മൂന്നാംപടി, കാവുങ്ങൽ തുടങ്ങിയ പൊതുയിടങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ടോയ്ലറ്റുകളുടെ ഉത്തരവാദിത്തം മാനേജ്മെന്റിന് തന്നെയാണെന്നും പൊതുയിടങ്ങളിലെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് മുൻഗണന കൊടുക്കേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. മലപ്പുറം നഗരസഭാ ഓഫീസിൽ പോലും പൊതു ശൗചാലയം വേണ്ട പോലെ ഇല്ലാത്തത് കൂടി ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ടെന്നും എല്ലാവരും പ്രതിനിധികളുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. സാമൂഹ്യ പെൻഷൻ അനുവദിക്കുന്നതിലെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ അർഹനല്ല എന്ന നിയമം തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഹാരിസാമിയൻ അഭിപ്രായപ്പെട്ടു. തന്റെ രോഗാവസ്ഥ കൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം AC ഉപയോഗിക്കുന്നത്. അത്തരക്കാർക്ക് പരിഗണന ലഭിക്കേണ്ടതുണ്ടെന്നായിരുന്നു ഹാരിസിന്റെ വാദം. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. Talk